നിർമ്മലയും മോളും ഒക്കെ ചിലപ്പോ മോളോട് എന്തെങ്കിലുമൊക്കെ പറയും. അതൊന്നും കാര്യമാക്കണ്ട. നമുക്ക് നമ്മുടെ കാര്യം മാത്രമേ ഉള്ളൂ. ശരി, അമ്മയോട് എന്ത് ചെയ്യാ? ഞാനും സുനന്ദയും കൂടെ ഇവിടെ സംസാരിച്ചോണ്ട് നിൽക്കുക. ഞാൻ നവീനെ സ്നേഹിക്കുന്നു, നവീനെ മാത്രം സ്നേഹിക്കുന്നു. നവീനുമായിട്ട് എന്നെ സെപ്പറേറ്റ് ചെയ്യാന്ന് മമ്മി കരുതുന്നുണ്ടെങ്കിലേ അതിനേക്കാൾ നല്ലത് എന്നെ അങ്ങോട്ട് കൊല്ലുന്നതാ. മമ്മി എന്നെ വളർത്തിയ ആ മമ്മി തന്നെ എന്നോട് ചാവാൻ പറയരുത്. നവീൻ എനിക്ക് നഷ്ടപ്പെടുന്ന മമ്മിയല്ല വേറെ ആരെങ്കിലാണ് പറഞ്ഞിരുന്നെങ്കിലേ ഇതല്ല ഇവിടെ നടക്കാൻ പോകുന്നത്. എത്രയും പെട്ടെന്ന് നവീന്റെ വീട്ടിലേക്ക് എന്നെ അയക്കാനുള്ള മാർഗം ചെയ്യും. ഇനി എനിക്കത് പറയേണ്ടി വരരുത്. നവീനുമായിട്ട് എന്നെ സെപ്പറേറ്റ് ചെയ്യാന്ന് മമ്മി കരുതുന്നുണ്ടെങ്കിലേ അതിനേക്കാൾ നല്ലത് എന്നെ അങ്ങോട്ട് കൊല്ലുന്നതാ. എത്രയും പെട്ടെന്ന് നവീന്റെ വീട്ടിലേക്ക് എന്നെ അയക്കാനുള്ള മാർഗം ചെയ്യും. ചടങ്ങുകളൊക്കെ നല്ലതാ. അതിലാദ്യം ചെയ്യേണ്ടത് കുഞ്ഞിന്റെ ആയുസ്സിന് വേണ്ടി കർമ്മങ്ങൾ ചെയ്ത് പ്രാർത്ഥിക്കുക എന്നുള്ളതാ. ചടങ്ങ് നടക്കുന്ന ദിവസം പ്രഭാതത്തിൽ ആദ്യം അത് നടക്കണം. ചെയ്യാം. ഇത്രയും കാലം കണ്ണിമ വെട്ടാതെ നമ്മളെല്ലാം നോക്കിയിരുന്ന കാര്യമാ സർപ്പകോപം. അതവസാനിച്ചു, ശാപം തീർന്നു എന്നൊക്കെ പറഞ്ഞാലും ഞാൻ മുമ്പ് സൂചിപ്പിച്ചല്ലോ, ആപത്തിന്റെ സൂചനകൾ എല്ലാ കോണിൽ നിന്നുമുണ്ട്. മറ്റെന്തിനേക്കാളും ഉപരി നാഗദൈവങ്ങളുടെ കാവൽ, അതാണ് കുഞ്ഞിന് വേണ്ടത്. തിരുമേനി, എല്ലാവരും വലിയ സന്തോഷത്തിലാ. ഇതിനപ്പുറം മനസ്സ് നിറയ്ക്കുന്നൊരു വാർത്ത കളരിക്കൽ തറവാട്ടിൽ സംഭവിക്കാനില്ല. കാഠിന്യമുള്ള വ്രതങ്ങൾ പറഞ്ഞോളൂ, ദിവസങ്ങൾ നീളുന്ന പൂജകളും പറഞ്ഞോളൂ. എന്തായാലും ഒരു വീഴ്ചയും വരുത്തില്ല. ശരി, വേണ്ടതൊക്കെ അതാത് സമയങ്ങളിൽ നാം ഓർമ്മിപ്പിച്ചോളാം. ചടങ്ങിന്റെ ദിവസം രാവിലെ നടക്കുന്ന പൂജയിൽ കൃഷ്ണയുടെ അമ്മ ആരാണോ അവർ കൂടി അവിടെ ഉണ്ടാവണം. കൃഷ്ണയെ പ്രസവിച്ചത് ആരാണോ അയാൾ തന്നെ. അതാ നാം ഉദ്ദേശിക്കുന്നേ. ഞാൻ പറയാം, ഉണ്ടാവും, ഉറപ്പായിട്ടുണ്ടാവും. എങ്കിൽ കാര്യങ്ങളൊക്കെ ഒരുക്കിക്കോളൂ. ഓ, തങ്കേച്ചി, ഇത് ഇത്ര മതിയെന്ന് നോക്കി. ഇത് മതി. ഈ മരുന്നൊക്കെ കൃത്യമായിട്ട് തങ്കേച്ചി എങ്ങനെ കണ്ടുപിടിക്കുന്നു? അതിനെന്താ, ഇതൊക്കെ നമ്മൾ നിത്യേന കാണുന്നതല്ലേ. അതെ, ഇതെല്ലാം കൂടി നിൽക്കുന്നത് നമ്മൾ നിത്യേന കാണുന്നുണ്ട്. അതിൽ ഓരോന്നും ഏത് മരുന്നാണെന്ന് തിരിച്ചറിയാൻ, അല്ല, അത് ഓരോ കാര്യങ്ങൾക്കാണെന്ന് തിരിച്ചറിയാൻ അതെങ്ങനെയാണെന്നാ ചോദിച്ച്. നല്ല നാട്ടിൻപുറത്ത് ജീവിച്ചാലേ ഇതൊക്കെ അറിയാൻ പറ്റും. പിന്നെന്താ, ഇതിനൊക്കെ ഒരു താല്പര്യവും വേണം. കഷായം കുടിക്കുകയും ലേഹ്യം കഴിക്കുകയും ഒക്കെ ചെയ്യുന്ന കാലത്ത് ഇതാരെങ്കിലും ഒക്കെ ഉണ്ടാക്കും. നമ്മളത് കുടിച്ചാ മതിയെന്ന് വിചാരിച്ചാലേ ഇതൊന്നും നടക്കുകയില്ല. നാളെ ഒരു കാലത്ത് ഇത് നമുക്കൊരാൾക്ക് പറഞ്ഞു കൊടുക്കണമെന്ന് ആലോചിച്ചാ എല്ലാം പഠിച്ചു വെക്കാൻ കഴിയും. ആ, ഇത്രയൊക്കെ അറിയെങ്കിലേ തങ്കേച്ചിക്ക് ഒരു മരുന്ന് കട അങ്ങ് തുടങ്ങിക്കൂടെ? എന്നിട്ട് വേണം
നാട്ടുകാരെ എന്നെ കയറി അങ്ങ് കൈകാര്യം ചെയ്യാൻ. ഹും. അതെ, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ സുനന്ദേ? ആ, നീ ആ ഫോൺ എടുത്ത് മോളെ ഒന്ന് വിളിച്ചേ. ആ ദാ തങ്കേച്ചി. അമ്മ. അമ്മേ. മോളെ, നീ ഭക്ഷണം കഴിച്ചോ? ആ, കഴിച്ചു. എന്താ കഴിച്ചേ? ചോറ്. ചോറല്ല, ചോറിന്റെ കൂടെ എന്തൊക്കെ ഉണ്ടായിരുന്നു എന്നാ ചോദിച്ചത്. ചോറിന്റെ കൂടെ പരിപ്പ് കറി ഉണ്ടായിരുന്നു, സാമ്പാർ ഉണ്ടായിരുന്നു, പിന്നെ ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ വിഭവങ്ങളും എല്ലാ ദിവസവും ഇവിടെ ഉണ്ടാവാറുണ്ട്. കുറച്ച് ദിവസത്തേക്ക് ഗ്യാസ് ഉണ്ടാവുന്ന സാധനങ്ങളൊന്നും കഴിക്കരുത് കേട്ടോ. വയറ് വീർത്ത പ്രശ്നോ? ആ, പിന്നെ ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ ജോലിയൊന്നും ചെയ്യാൻ നിൽക്കണ്ട. കുറച്ചു നേരം എവിടെയെങ്കിലും ഒന്ന് വിശ്രമിച്ചിട്ട് മതി. കുറച്ചുറങ്ങിയാലും കുഴപ്പമൊന്നുമില്ല. ശരി, ചെയ്തോളാം. ആ, പിന്നെ രാവിലെ വൈകിട്ടും കുറച്ചു ദൂരം നടന്നോ. അവിടെ ഉമ്മറത്ത് തന്നെ നടന്നാലും മതി. ആ നിർമ്മലെ മോളും ഒക്കെ ചിലപ്പോ മോളോട് എന്തെങ്കിലുമൊക്കെ പറയും. അതൊന്നും കാര്യമാക്കണ്ട. നമുക്ക് നമ്മുടെ കാര്യം മാത്രമേ ഉള്ളൂ. ശരി. അമ്മയോട് എന്ത് ചെയ്യാ? ആ, ഞാനും സുനന്ദയും കൂടെ ഇവിടെ സംസാരിച്ചോണ്ട് നിൽക്കുക. അല്ല കേട്ടോ കൃഷ്ണേ, ഇവിടെ കുറെ നേരമായിട്ട് ഞങ്ങൾ എണ്ണ കാച്ചിക്കൊണ്ടിരിക്കുക. അമ്മേ, ഫോൺ ഒന്ന് സ്പീക്കറിൽ ഇടാൻ പറഞ്ഞേ സുനന്ദേച്ചിയോട്. ഫോൺ സ്പീക്കറിലിടെ. ആ സുനന്ദേച്ചി, അമ്മ എത്ര നേരായി അടുപ്പിന്റെ അടുത്ത് നിൽക്കാൻ തുടങ്ങിയിട്ട്? പറയല്ലേ? അമ്മ ഇപ്പൊ പറഞ്ഞതേ എന്നോട് പറയണ്ടെന്നല്ലേ? അല്ലേ? എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാലേ ഉടനെ അങ്ങ് ഇറങ്ങിക്കോളും. കുറെ കാടും പടലവും എല്ലാം കൂടെ പറിച്ചോണ്ട് വന്ന് വേവിക്കാൻ. എന്നിട്ടോ വയ്യണ്ടായിക്കോട്ടെ. ഇത്തിരി വയ്യാണ്ടായാലും കുഴപ്പമൊന്നുമില്ല മോളെ. എന്റെ മോൾക്ക് വിശേഷമായിട്ടിരിക്കല്ലേ, അവക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്യണം. ഇനി അതിനിടയ്ക്ക് എനിക്ക് എന്തേലും പറ്റിപ്പോയാ അങ്ങ് പോട്ടെ നമുക്ക്. ഞാൻ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല കൃഷ്ണമോളെ. സത്യം പറഞ്ഞാ നീ ഇവിടെ ഇല്ലാത്തത് ഭാഗ്യമാണെന്ന് കരുതിയാ മതി. അല്ലായിരുന്നെങ്കിലേ നിന്നെ പരിചരിച്ച് പരിചരിച്ച് പൊറുതി മുട്ടിച്ചു കളഞ്ഞേനെ. ആഹാ, ഞാൻ എന്റെ കുഞ്ഞിനെ ഇപ്പൊ ഇത്തിരി പരിചരിച്ചാ നിനക്കെന്താ? ആ